വിജയ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നത്, പ്രബുദ്ധ കേരളത്തിൽ നടന്നത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണ് ക്രൈം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, കേരളത്തിലാണ് ലിറ്ററസി കൂടുതലുള്ളത്, നീതി ആയോഗിന്റെ പല സൂചികകളിലും കേരളമാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്, കേരളത്തിലുള്ള ജനങ്ങൾക്കാണ് സിവിക് സെൻസ് കൂടുതലുള്ളത്, കേരളത്തിലുള്ള ജനങ്ങൾക്കാണ് പല കാര്യങ്ങളിലും അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ളത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ എല്ലാം കുത്തകാവകാശമുള്ളത് ആർക്കാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിച്ചത് കൊണ്ടാണ് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പല നൈപുണ്യങ്ങളും വന്നു ചേർന്നത് എന്നാണ് ഇവരൊക്കെ പ്രധാനമായിട്ടും അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള കേരളത്തിൽ ഉത്തരേന്ത്യയിൽ എന്നല്ല ദക്ഷിണേന്ത്യയിൽ പോലും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നടന്ന് കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട കേസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് വന്നിരുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. ആ റെയ്ഡിന് വന്നു കഴിഞ്ഞ ശേഷം ഈ റെയ്ഡിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവർ ചെയ്തു. പക്ഷേ റെയ്ഡിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ്? പ്രതിരോധിക്കാൻ കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ. ആശയമാണെങ്കിൽ ആശയം കൊണ്ട് പ്രതിരോധിക്കാം. ആശയം പരാജയപ്പെടുമ്പോൾ ആമാശയത്തിന് വേണ്ടി കയ്യിൽ കമ്പും കുറുപടിയും എടുക്കുന്ന ഒരു ടീമായി ഇന്നലെ കേരളത്തിലുള്ള CPM അണികൾ മാറുന്ന കാഴ്ച കണ്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തകരെ ആക്രമിച്ചു. അത് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വലിയ കുറ്റമാണ് എന്ന് ബിനീഷ് കൊടിയേരിക്ക് അറിയാം. കാരണം ഞാനൊരു വിഷ്വൽ കണ്ടതിൽ ബിനീഷ് കൊടിയേരി ഈ ആക്രമിക്കാൻ പോകുന്ന പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ബിനീഷ് കൊടിയേരിയുടെ മുഖത്തൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇനി എന്റെ പ്രവർത്തകരെ കാണാൻ പറ്റില്ലല്ലോ, അവരെല്ലാം ജയിലിലേക്ക് പോവുകയാണല്ലോ. കാരണം ഇവരെയൊക്കെ ബിനീഷ് കൊടിയേരി സർവ്വശക്തിയും എടുത്ത് തടഞ്ഞു മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവരുടെയൊക്കെ തോളിൽ പിടിച്ച് ബിനീഷ് കൊടിയേരി ആക്രമിക്കരുത് എന്ന് പറഞ്ഞ് അവരെയൊക്കെ പിടിച്ചു മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ശിവൻകുട്ടിയൊന്നും പറഞ്ഞിട്ട് പ്രവർത്തകർ കയ്യിലേക്ക് നിൽക്കുന്നില്ല. അങ്ങനെ നിൽക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇതിലെനിക്ക് വളരെ കൗതുകപൂർവ്വം ഞാൻ വീക്ഷിച്ചൊരു കാര്യമുണ്ട് ബിജുചേട്ടാ. അത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ കഴിഞ്ഞ 5 കൊല്ലം ഗവർണർക്കെതിരെ പോരാടാനും പിന്നെ നോ ഡാൽ വിൽ കുക്ക് ഹിയർ എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കാനും എല്ലാം കേരളത്തിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് SFI മുമ്പിൽ ഉണ്ടായിരുന്നു. അന്ന് പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു അടി പോലും കിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം സമരത്തിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആർഷോ. ഈ ആർഷോ എവിടെ പോയി? ഒരു സമരത്തിനും ഞാൻ കണ്ടില്ല. SFIക്കാരുടെ ഒരു സമരത്തിനും ആർഷോയെ കണ്ടില്ല. കൊച്ചു പിള്ളേരാണ് പോയി കിടന്ന് അടിമേടിക്കുന്നത്. പോലീസ് കഴിഞ്ഞ നമുക്കറിയാം ആർഷോയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ചാടിക്കിടക്കുമ്പോൾ പോലീസ് ആർഷോയുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് ആർഷോയെ ഒക്കത്തെടുത്ത് വെച്ച് പറയുന്നത്, ആർഷോ വേണ്ട, ആർഷോ പോകരുത്, ആർഷോ ചെയ്യരുത്, ആർഷോ എന്ന് പറയുന്ന വിഷ്വലൂടെ നമ്മൾ കണ്ടതാണ്. ആ ആർഷോ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ആർഷോയെ നമ്മൾ കാണാനില്ല ഇവിടെ. എന്തുകൊണ്ടാണ് ഈ സമരമുഖത്തൊന്നും ആർഷോയെ കാണാത്തെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോഴിതാ നമ്മൾ പ്രതീക്ഷിച്ച സംഭവിച്ചിരിക്കുന്നു. സന്ദേശ് ഖാലിയിൽ എന്താണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ അതിലും ഭയാനകരമായിട്ടുള്ള ആക്രമണമാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് പല ആൾക്കാരും വിലയിരുത്തുന്നത്. ഇപ്പോ എല്ലാവരെയും തൂക്കിപ്പിറക്കിയിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസ് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രവർത്തകരെ എല്ലാം തൂക്കി തുടങ്ങിയിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും IP ബിനു അടക്കമുള്ള ആൾക്കാർ ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരുടെ ദൃശ്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പോരാത്തതിന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ റെയ്ഡിന് ശേഷം അവർ പോയപ്പോൾ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ, പല പ്രമുഖ ചാനലിലെ തലയിൽ മുടിയില്ലാത്ത മാധ്യമപ്രവർത്തകർ വലിയ സന്തോഷിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ എഴുതി കൊടുത്തിട്ടാണ് പോയത് എന്നാണ് ഇവർ പറയുന്നത്. ഇവരൊക്കെ മാധ്യമപ്രവർത്തകരാണോ അതേ പാർട്ടി അടിമകളാണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആക്രമിക്കുക കൂടെ ചെയ്തതിനു ശേഷം വരുന്ന റിപ്പോർട്ടുകൾ 18.36 കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. സ്ഥിര നിക്ഷേപങ്ങളുടെ രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്ത വരുന്നു. വീണ തൈക്കണ്ടിയുടെ പേഴ്സണൽ ഫോൺ അടക്കം പിടിച്ചെടുത്തത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ തൈക്കണ്ടിക്ക് സമൻസ് കൊടുത്ത് വീണ തൈക്കണ്ടിയെ ഹാജരാക്കി കുടയാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പൊ ഇതെല്ലാം ഈ ആക്രമണത്തിന് ശേഷം വരുന്ന റിപ്പോർട്ടുകളാണ്. അപ്പം കളിച്ചത് തീപ്പന്തത്തിന്റെ കൂടെയാണ് എന്ന് ഇവിടെ ഇരുന്ന് CPMകാര് ED നോക്കി പറയുമ്പോൾ ആക്ച്വലി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മോസ് മിസൈലാണ്. ബ്രഹ്മോസും തീപ്പന്തവും തമ്മിൽ മുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. എന്താണ് ഇതിൽ താങ്കൾ കാണുന്ന ഒരു ടേക്ക്? അതും തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ സ്ഥിരമായി തന്നെ കേന്ദ്ര ഏജൻസികളുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു ചാനലാണ്. അവരുടെ സോഴ്സുകൾ മുഖേനയും അതല്ലാതെ അവരുടെ പത്രക്കുറിപ്പുകളുമൊക്കെ. ഇതിന്റെ ഒരു മാധ്യമപ്രവർത്തകരോട്ടുള്ള നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ അത് റെയ്ഡ് നടന്നു കഴിഞ്ഞാൽ അവർ എഴുതി കൊടുക്കാറില്ല.
എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ് ശിവൻകുട്ടി ഈ ഒരെണ്ണം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എഡിറ്റഡ് ആണ് സാധനം. അതായത് എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞിട്ട് ED ഓഫീസിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അവരവിടെ നിന്ന് എഴുതി കൊടുക്കുന്ന ചില സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ ഭംഗിയായി എഡിറ്റ് ചെയ്തിട്ടാണ് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും എഴുതി കൊടുക്കാറില്ല. സിനിമയിലൊക്കെ പറ്റും. മോഹൻലാൽ പറയും ആ എടുത്ത ചട്ടിയും കലവും എടുത്ത് അകത്ത് വെച്ചേക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പം മോഹൻലാൽ ആയതുകൊണ്ടും മോഹൻലാലിനേക്കാൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് പോലീസുകാർ എന്നതുകൊണ്ടും അവരെടുത്ത് വെക്കും. പക്ഷെ റിയൽ ലൈഫിൽ അതില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ 18.72 കോടി രൂപ ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഫ്രീസ് ചെയ്ത് നേരത്തെയും ഫ്രീസ് ചെയ്തിരുന്നതാണ്. വീണ തൈക്കണ്ടിയുടെ HDFC അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രോണിക് രേഖകളാണ് കിട്ടിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിലടക്കം കാരണം ഇത് രേഖകളൊന്നും ഹാജരാക്കണ്ട ധനുഷ്. ഇത് ഓൾറെഡി തന്നെ ഈ പറയുന്ന വീണ ഈ കമ്പനി ഫ്രോഡ് ഇതിന്റെ ആ ഏജൻസിക്ക് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ തന്നെ അതിന് SFIക്ക് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി തന്നെ. ഞാൻ പൈസ വാങ്ങിയിരുന്നു. അതായത് 3 ലക്ഷം രൂപ കമ്പനിയിലേക്കും 5 ലക്ഷം രൂപ അല്ലാതെയാണ്. അവിടെയാണ് ഈ പിണറായിലേക്ക് സംശയം പോകുന്ന കാര്യം. ഈ പൈസ എവിടെ പോയി എന്നുള്ളത്. കാരണം ഈ പൈസ മേടിക്കുമ്പോൾ പൈസ പോയ വഴിയും കാണണ്ടേ. അപ്പോ നീ പൈസ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അനവധി മൊഡ്യൂളുകൾ ഇതിനു വേണ്ടി ചെയ്തിരുന്നു. ഇങ്ങനെ കൊടുത്ത മൊഴിയാണ് ഞാൻ ഈ പറയുന്നത്. മൊഡ്യൂളുകൾ ചെയ്തിരുന്നു ഈ കമ്പനിയുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് അത്ര ധൃതി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത് ലാഗ് ചെയ്യിച്ചു, താമസിപ്പിച്ച്. ഓക്കെ, അവിടെ വരെ കറക്റ്റ് ആണ്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വേറൊരു പ്രൈവറ്റ് പാർട്ടിയുടെ ഒരു സോഫ്റ്റ്വെയർ വാങ്ങി ചെയ്തു എന്നുള്ളത്. ഇനി വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ആകെ സോഫ്റ്റ്വെയറിന്റെ വിലയേക്കാളും 10-15 ഇരട്ടി തുകയാണ് സർവീസിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും കാണുമോ അത്? നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ട് അതിന്റെ 10 ഇരട്ടി തുക സർവീസിങ്ങിന് കൊടുക്കുന്ന ഒരു കമ്പനി ലോകത്തെങ്ങും ഇല്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു സർവീസും ചെയ്യാതെ എങ്ങനെയാണ് ഈ പണം വാങ്ങിയത് എന്നുള്ളതാണ്. ഇതൊരു പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇതൊരു കമ്പനിയുടെ കർത്തയുടെ കമ്പനിയുടെ നിന്ന് വാങ്ങിയതല്ല. ഈ കർത്തയുടെ കമ്പനി എന്ന് പറഞ്ഞ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് 13% ഷെയർ ഉണ്ട്. അതിൽ അനവധി പേർക്ക് ഷെയർ ഉണ്ട്. അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നാണ് ഈ പണം തട്ടിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പൊ ഞാനൊരു കമ്പനി തുടങ്ങി, എന്നെ നിന്ന് ധനുഷ് ഒരു കമ്പനി തുടങ്ങിയിട്ട് അതിൽ നിന്ന് പൈസ ഇത് കണക്ക് വെട്ടിച്ചു എന്ന് പറഞ്ഞാൽ കണക്ക് ഇടിക്ക് കൊടുക്കണമായിരിക്കാം. പക്ഷെ അത് പൊതുജനങ്ങളെ സംബന്ധിച്ചാണ് അത് വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ രണ്ടും തമ്മിലുള്ള വിഷയമാണ്. ഇത് നമ്മൾ തമ്മിലുള്ള വിഷയമല്ല, ജനങ്ങളും വീണ തൈക്കണ്ടിയും തമ്മിലുള്ള വിഷയമാണ്. പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതാദ്യം മനസ്സിലാക്കണം. ഇത് അതല്ലാതെ ഏതോ ഒരു കർത്തയുടെ കരിമണൽ കമ്പനി അവിടെ നിന്നൊരിത് അതല്ലിത്. പൊതുമേഖലാ സ്ഥാപനമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. ഈ രണ്ടാമത്തെ കാര്യം, ഇതിന് സമാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. 2024 ജനുവരി 5 ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന മമതയുടെ ഒരു വലങ്കൈ ഉണ്ടായിരുന്നു ബംഗാളില്, നോർത്ത് 24 ഫർഗാനയില്. റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ED ചോദ്യം ചെയ്യാനായിട്ട് അവിടെ എത്തുന്നു. അപ്പോഴേക്കും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ വളയുന്നു, കുറെ നാട്ടുകാരുമുണ്ട്. ഇവരുടെ കാറ് തല്ലിപ്പൊളിക്കുന്നു. 3 ED ഉദ്യോഗസ്ഥന്മാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അവിടെയൊന്നും പോലീസിന് യാതൊരു സാന്നിധ്യവുമില്ല. മമതയുടെ പോലീസ് അവിടെ എത്തിയിട്ടില്ല. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിന്നു. ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ ED ഉദ്യോഗസ്ഥന്മാർ അവിടുന്ന് ജീവനം കൊണ്ട് പോകുന്നതിന്റെ വിഷ്വൽസ് ഇന്നും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും അവൈലബിൾ ആണ്. പോകുന്നു. പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്? പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞത് ഇത് അനുവദിക്കാൻ കഴിയില്ല, CBI അന്വേഷിക്കണം. ഈ അക്രമങ്ങൾക്ക് പിന്നിൽ ആരാണ്, ഗൂഢാലോചനയുണ്ടോ, അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. എന്താണ് പിന്നെ സംഭവിച്ചത്? കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നേരെ CBI വരുന്നു. ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ളവരെ ഷാജഹാൻ ഷെയ്ഖ് ഒളിവിപ്പോയായിരുന്നു. 1-1.5 മാസം ഒളിവിലായിരുന്നു. എവിടെയാണെന്ന് അറിയില്ല. മമതയുടെ പോലീസ് പറയുന്നത് അറിയില്ല എന്നാണ് പറയുന്നത്. അവര് വന്ന് ഈസി ആയിട്ട് പൊക്കിക്കൊണ്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും ED കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു ഈ കേസ് ബംഗാളിൽ നടത്താൻ കഴിയില്ല. ഞങ്ങളെ ആക്രമിച്ച കേസ്. കാരണം ഞങ്ങൾക്ക് സുരക്ഷിതമല്ല. കാരണം ഇതിന്റെ മൊഴി നൽകണമല്ലോ. മൊഴി നൽകാൻ വരുമ്പോൾ ഞങ്ങളെ വീണ്ടും ആക്രമിക്കും. കാരണം ഇതൊരു സംഘടിതമായ ഒരു ഗൂഢാലോചനയുണ്ട്. സംഘടിതമായ വലിയ ശക്തരാണ് അവർ പരസ്യമായിട്ട്. ഇന്നലെ വലിയൊരു കോമഡി എവിടെ നടന്നു. പിണറായി വിജയൻ റെയ്ഡ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ആദ്യം പത്രക്കാരുടെ മുമ്പേ പറഞ്ഞത് ഇതുപോലെ നമ്മൾ സംഘടിതമായി നിന്നാൽ നമുക്ക് ഇവരെ തുരത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അതായത് ഇത് കണക്ക് നമ്മളിനി പുള്ളി അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, പുറത്ത് അടി നടന്ന കാര്യം. അക്രമം നടന്ന് ഇനി നമുക്ക് തുരത്തിയാൽ ഇതെല്ലാം അവർ കോടതിയിലേക്ക് കൊടുക്കുന്ന സാധനമാണ്. അവർ സുരക്ഷിതമല്ല. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇത് ഡൽഹി കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ബംഗാളിലെ കേസ് ദില്ലി കോടതിയിലാണ് നടന്നത്. എന്തായാലും ബംഗാളിന്റെ അത്രയും വരില്ലല്ലോ. പക്ഷെ എന്നെ ലജ്ജിപ്പിച്ച കാര്യം, ഇന്നലെ ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഒക്കെ മുമ്പിൽ നിന്നിട്ട് IPS ഉദ്യോഗസ്ഥർ കെഞ്ചുന്ന ഒരു ദയനീയ കാഴ്ചയാണ്. അവര് പറയുന്നത് ഞങ്ങൾ പ്രതികളെ അവിടെ ഹാജരാക്കാൻ, നിങ്ങൾ പൊക്കോ, നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോ ലിസ്റ്റ് ഒക്കെ തന്നേക്കൂ എന്നാണ് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെ പറയുന്നത്. ഒരു അവസ്ഥയിലേക്കാണ് അവിടെ പോകും. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ചൈത്ര തെരേസ എന്ന് പറഞ്ഞൊരു IPS ഓഫീസർ ഉണ്ട്. അവരെയൊക്കെ ഒരുപാട് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു അവസരം ഇതാണ്. പണ്ട് പാർട്ടി ഓഫീസിൽ കയറി അവര് രാത്രി ഓർമ്മയില്ല ധനുഷിന്, സെൻട്രൽ അടക്കം കയറിയിട്ട് സംഭവം
ചൈത്ര തെരേസ ജോൺ, എനിക്ക് അവരോട് വ്യക്തിപരമായ ഒരു ഇഷ്ടം കൂടിയുണ്ട്, ഒരു ബഹുമാനം കൂടിയുണ്ട്. കാരണം എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിട്ട് ലാഗ് ചെയ്ത് പോയി അവസാനമായി പോലീസ് ജില്ലാ മേധാവിയായി ആലപ്പുഴ വരുമ്പോൾ നിമിഷ നേരം കൊണ്ട് ആ കേസിന് ഒരു തീരുമാനത്തിലെത്താൻ പറ്റി. അതായത് ഞാൻ ആ കേസിന് വേണ്ടിയിട്ട് പോകാത്ത വഴികളില്ല, മുഖ്യമന്ത്രി എടുത്തിട്ട് പോയിട്ടുണ്ട്. അത് പല വഴിക്കും ഞാനത് നീങ്ങി. അവസാനം ഇവര് വന്നതിന് ശേഷമാണ് അത്ര ഒരു മിഡിക്കെയർ ഓഫീസർ, ആ മിഡിക്കെയർ ഓഫീസർ AKG സെന്ററിൽ കയറി പ്രതികളെ പൊക്കിക്കൊണ്ടുപോകാൻ ചങ്കൂറ്റം കാണിച്ച ആ ഒരു ഓഫീസറുള്ള നാടാണിത്. അവിടെയാണ് ഇന്നലെ 2 IPS ഓഫീസർ ഇന്ന് പിഴിയാണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ഇങ്ങനെ ഈ കുമ്പിട്ട്, ഇനി അവർക്ക് കുമ്പിടാൻ നിവൃത്തിയില്ല. മറ്റൊരു സൈഡിൽ കാണുന്ന IP ബിനു ഉൾപ്പെടെ ഉള്ളവർക്ക് മൊട്ട എറിയാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് പോലീസുകാരായിട്ട് ഡിസ്കസ് ചെയ്യുന്നു IB ബിനു. അതിനുശേഷം IB ബിനുവിനെ പോകാൻ അനുവദിക്കുന്നു. അതായത് പിണറായി വിജയൻ മാറിയിട്ടും ഈ പോലീസ് മാറിയിട്ടില്ല. അത് പോലീസ് അസോസിയേഷന്റെ ഒരു വലിയ ശക്തികേന്ദ്രം തന്നെയായിട്ടാണ് ഇപ്പോഴും പോലീസ്. അതിനിടയിൽ പഴം വിഴുങ്ങിയത് പോലെ ഒരു ആഭ്യന്തരമന്ത്രിയാണ് നമുക്കുള്ളതെന്നുള്ളത് ഇന്നലെ വ്യക്തമായി. എന്നിട്ട് അദ്ദേഹം ഒരു ഇളിഞ്ഞ പ്രസ്താവനയാണ് നടത്തുന്നത്. അതിനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ഇളിഞ്ഞ പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ED ഞങ്ങളെ അറിയിച്ചിട്ടില്ല വന്നതെന്ന്. താങ്കൾ ഒരു ആഭ്യന്തരമന്ത്രിയല്ല, സാമാന്യ വിവരം എങ്കിലും വേണ്ട ഒരു ജനത്തിനുള്ള. EDക്ക് മിന്നൽ റെയ്ഡ് നടത്താനുള്ള എല്ലാവിധ റൈറ്റ്സും ഉള്ളതാണ്. അവര് മുമ്പ് ഇവിടെ NIAയുടെ റെയ്ഡ് നടക്കുമായിരുന്നു ധനുഷേ. ആ റെയ്ഡ് നടക്കുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ കേരള പോലീസിനെ അറിയിച്ചുകൊണ്ടായിരുന്നു റെയ്ഡ് നടന്നത്. പിന്നീട് അവർ കേരള പോലീസിനെ അറിയിക്കാതായി. ഓച്ചിറയിലും കായംകുളത്തും അടക്കം ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് വരുമായിരുന്നു. അവർ അറിയിക്കാറില്ല. എന്താ കാര്യം എന്ന് അറിയാവോ? അവരവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇവിടെ വിവരം കിട്ടും. മാറേണ്ടവൻ മാറും, മാറ്റേണ്ടത് മാറ്റും. അങ്ങനെ എവിടെങ്കിലും ലോകത്ത് നടക്കുമോ? ഈ എന്താണ് ആഭ്യന്തരമന്ത്രിയുടെ റോള്? ആഭ്യന്തരമന്ത്രിയുടെ റോള് ലോ ആൻഡ് ഓർഡർ ആണ്. ഒരു സ്ഥലത്ത് അസ്വാഭാവികമായ ഒരു ആൾക്കൂട്ടം വന്നാൽ, ഇല്ലെങ്കിൽ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഓടിയെത്തേണ്ടവരാണ് പോലീസ്. അതല്ലാതെ എന്താ അമിത്ഷാ വിളിച്ചു പറയണോ അവിടെ റെയ്ഡ് നടക്കുന്നുണ്ട് ചെന്നിത്തല, നിങ്ങൾ അതുകൊണ്ട് കുറെ പോലീസുകാരെ വിടണമെന്ന്? ഇവര് രാവിലെ തൊട്ട് ഹെൽമെറ്റുമായിട്ട് അവിടെ കുറെ പോലീസുകാരുണ്ടായിരുന്നല്ലോ. ആ പോലീസുകാർ എന്താണ് അവിടെ ചെയ്തത്? ആ പോലീസുകാർ പറഞ്ഞതാണ് അതിലും വിചിത്രമായ കാര്യം. ആ പോലീസുകാർ പറയുന്നു അവിടെ കൂടിയ നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എന്ന്. ലോകത്ത് എവിടെങ്കിലും ഈ സാധാരണഗതി കേരളത്തിൽ മിക്കവാറും നടക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ സമരക്കാരോട് ചോദിക്കും നിങ്ങൾ കല്ലെറിയുമോ? അവർ പറയില്ല. അപ്പൊ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നത്. അതുപോലത്തെ ഒരു വിഷയമാക്കിയാണ് ഇതൊരു ലാഘവത്തോടാണ് അവർ മാറ്റി. അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു 2 മണി ആകുമ്പോഴത്തേനും എല്ലാം മാറും, എല്ലാവരും മാറും എന്ന് പറഞ്ഞു. പക്ഷെ അവരത് വാക്ക് തെറ്റിച്ചു എന്നാണ് പറയുന്നത്. ഇതെന്തൊരു നാടകമാണിത്? ഇദ്ദേഹം വലിയ മുഴുത്ത ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ കയറിയത്. ആഭ്യന്തരം തന്നെ വേണമെന്ന് പറഞ്ഞ് എന്തൊക്കെ പുകിലായിരുന്നു ഈ നാട്ടില്. ഇവിടെ കയറിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു നിരക്കുന്ന, ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു മറുപടിയല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്, പിന്നെ ED അറിയിച്ചില്ല. ED ഇവിടെ റെയ്ഡ് നടക്കുന്ന അറിയിച്ചിരുന്നെങ്കിൽ വലിയ സന്നാഹം ഒരുക്കി പിണറായി അടുത്ത് നേരത്തെ പറഞ്ഞേനെ, എന്തെങ്കിലും മാറ്റാനുണ്ടെ മാറ്റിക്കോ, ഇവിടെ ED വരുന്നുണ്ട് എന്ന് പറഞ്ഞേനെ എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അങ്ങനെ എവിടെയെങ്കിലും റെയ്ഡ് നടത്തിയായിട്ട് താങ്കൾക്ക് അറിയാമോ? കഴിഞ്ഞ 10 വർഷം ഈ കേരളത്തിൽ അനവധി റെയ്ഡുകൾ നടന്നിട്ടില്ലേ? അന്നൊന്നും ഈ ഒരു പ്രോട്ടോകോൾ ഒന്നും ആരും നോക്കിയിരുന്നില്ലല്ലോ. അപ്പം ഇത്രയും ആള് കൂടുന്നു, സംഘർഷം ഉണ്ടാകുന്നു. അപ്പം ഇന്റലിജൻസിന്റെ പിഴവ് സംഭവിച്ചോ? അവിടെ ഒരു അക്രമം ഉണ്ടാകുമെന്നുള്ള ഒരു ജനക്കൂട്ടം കൂടി നിൽക്കുന്നു, വയലന്റ് ആയിട്ടുള്ള ജനക്കൂട്ടം കൂടി നിൽക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകുമല്ലോ അവിടെ ഒരു കല്ലേറെങ്കിലും നടക്കുമെന്ന്. ഒരു കുപ്പിയറ അവർ അതിനുള്ള സിമ്പിൾ നേരത്തെ കാണിച്ചു. ഒരു ഹെൽമെറ്റ് എടുത്ത് അകത്തിട്ടു, എറിഞ്ഞു, കുപ്പി എറിഞ്ഞു, ചെരുപ്പെറിഞ്ഞു. ഇത്രയും കാണുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഒരു ഇന്റലിജൻസിന്റെ വിഭാഗത്തിലുള്ള ഒരു സാധാരണപ്പെട്ടവന് മനസ്സിലാകും. ഇതൊന്നും വേണ്ട, സാധാരണക്കാരന് മനസ്സിലാകില്ലേ ഇവന്മാര് വയലന്റാണ്, പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഇന്റലിജൻസ് പരാജയം, പോലീസ് തികഞ്ഞ പരാജയം. ഇത് കണക്ക് കെഞ്ചി നിൽക്കുന്ന, കുനിഞ്ഞു നിൽക്കുന്ന ഒരു പോലീസിനെ ചരിത്രത്തിൽ 10 വർഷം പിണറായി വിജയൻ കൂടെ ഭരിച്ചല്ലോ. എവിടെയെങ്കിലും ഇവിടുത്തെ പോലീസിൽ നിന്നൊക്കെ കെഞ്ചുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇതൊരു പുതിയ സർക്കാർ വന്നു, BD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വന്നു, 102 സീറ്റും കിട്ടിക്കൊണ്ട് UDF വരുന്നു, ഗടാഗടിയന്മാരെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നത്. എന്നിട്ട് പോലും കമാന്നൊരു അക്ഷരം ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അത് പോട്ടെ, ആഭ്യന്തരമന്ത്രിയോ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. അതിന് ഇപ്പോഴും പറയുന്ന ന്യായം ഞങ്ങളെ അറിയിച്ചില്ലെന്ന്. ഇതെന്താ കല്യാണം വിളി വല്ലതാണോ? നിങ്ങളെ അറിയിച്ച് കുറിമാനം? ഇനി ഒരിക്കലും ഏതെങ്കിലും കേന്ദ്ര ഏജൻസി ഈ ലോകത്ത് എവിടെങ്കിലും, ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഈ ഷാജഹാൻ ഷെയ്ഖിനെ ബംഗാളിൽ പിടിക്കാൻ പോയ ED അത് മമതാ ബാനർജി അറിയിച്ചിട്ടാണ് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? EDക്ക് അവിടെ കാല് വെത്താൻ പറ്റുമായിരുന്നു. ഇല്ലെങ്കിൽ ED ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിലെത്തുമ്പോൾ വീട് തന്നെ ചിലപ്പോൾ കാണുന്നില്ല, വീട് തന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ ED CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇവരുടെ ഒരു സോണൽ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കാരണം സോണൽ ഓഫീസിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് ഗുരുതരമാണ്. അതിനകത്ത് പറയുന്ന 300ഓളം പേര് തങ്ങളെ
500ഓളം പേരായിരുന്നു കേട്ടോ സന്ദേശ് ഗാലിയിൽ, മറ്റേ ഈ സന്ദേശ് ഗാലി അല്ല, നോർത്ത് 24 ഫർഗാനയിൽ 500ആയിരുന്നു, ഇവിടെ 300ആണ്. 300ഓളം പേർ സംഘം ചേർന്ന് തങ്ങളെ കൊല്ലടാ അവരെ എന്ന് പറഞ്ഞത് ഉൾപ്പെടെ ഉള്ളത് ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ പിണറായി വിജയൻ നടത്തിയ ആ ഇറങ്ങി വന്നിട്ട് കാണിച്ച അഭ്യാസം അതും അതിനകത്ത് വരും, സ്വാഭാവികം തന്നെ. രണ്ടാമത്തെ കാര്യം, ഇന്നോ നാളെയോ വീണയ്ക്ക് സമൻസ് അയക്കും, ED ഓഫീസിലേക്ക് എത്താനുള്ള സമൻസ് അയക്കും. കാരണം പ്രഥമ ദൃഷ്ടിയാ തന്നെ അതിൽ കുറ്റക്കാരിയാണെന്നുള്ളതുണ്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നിങ്ങൾ പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് സമരം ചെയ്തതെങ്കിൽ അത് പാർട്ടിയോടുള്ള കൂറാണെന്ന് കരുതാൻ പറ്റും. ഈ വീണ തൈക്കണ്ടി നിങ്ങളുടെ ഏത് ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള മെമ്പറാണ്? നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണോ? നേതാവാണോ? ഏതെങ്കിലും ഒന്നാണ്? നിങ്ങൾ ഏതെങ്കിലും സമരത്തിൽ കൊടി പിടിച്ചിട്ടുണ്ടോ അവര്? ഒരു മന്ത്രിയുടെ മകള് നടത്തിയ ഈ ഒരു അഴിമതി, അതൊരു ആരോപണമാണ്, ഇപ്പോൾ അത് വരണം. അതിനുവേണ്ടി കൊടി പിടിക്കാൻ ഇറങ്ങി നിങ്ങളെ കുറിച്ച് ലജ്ജാകരമായിട്ടേ തന്നെ പറയാനുള്ളൂ. കാരണം നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചുക്കും നടക്കില്ല. ഈ രാജ്യം എന്ന് പറയുന്നത് ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നവർ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോ എന്താണ് സഖാക്കൾ ചെയ്തത്? എനിക്ക് തോന്നുന്നത് ഇതിന്റെ മറുവശം എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ഈ സഖാക്കന്മാർ പിണറായിക്ക് പണി കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. ഇത്രയും പ്രശ്നവും പൂവിലും ഉണ്ടാക്കി സ്വന്തം മോളെ അകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ചെയ്ത പണിയാണോ എന്ന് അറിയത്തില്ല. എന്നാൽ ഇവരിപ്പോ പറയുന്നത് അറിയാം, പിണറായി വിജയനും പാർട്ടിക്കും പുതിയ ഉണർവ് നൽകിയെന്ന്. എന്തുണർവാണ് നൽകിയിരിക്കുന്നത്? ഒരു ഉണർവില്ല, നാശമായി. ഇവരൊക്കെ വല്ലപ്പോഴും സോഷ്യൽ മീഡിയ കാണണം, അതിനകത്ത് കയറി നോക്കണം, അല്ല പോസ്റ്റ് ഇട്ടിട്ട് ഓടിക്കളയരുത്. ഇവര് ചെയ്യുന്ന പണി ഇവർ പോസ്റ്റ് ഇടും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത്. കാരണം എന്താ? താഴെ വരുന്ന മുഴുവൻ തെറിവിളിയാണ്. അത് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഓടുന്നത്. അവര് കാണണം. കാണുമ്പോൾ ജനം എന്തുമാത്രം പരിഹാസ്യരായിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളത്. ഇന്നലെ അവിടെ എന്തിന്റെ പുകിലാണ് നിങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് മനസ്സിലാകാത്തത്. അവിടെ ഒരു പുകിലിന്റെ ആവശ്യവുമില്ല. നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് തോക്കും വടിവാളും 1921 കത്തിയും കൊണ്ട് നടന്നവരാണ് പോപ്പുലർ ഫ്രണ്ടുകാര്. അവർ ഇതുപോലുള്ള ED NIA റെയ്ഡുകൾക്കെതിരെ നഖശികാന്തം പോരാടിയിട്ടുള്ളവരാണ്. ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയം. എന്തായാലും അത്രയൊന്നും ശക്തരല്ല നിങ്ങൾ. അതായത് ഇന്നലത്തേക്ക് നാഷണൽ മീഡിയാസ് ഒന്ന് കാണേണ്ട ധനുഷ്യ. നാഷണൽ മീഡിയാസ് മുഴുവൻ ഈ അക്രമത്തിനെ കുറിച്ചാണ്. അവരിതിനെ ഉപമിക്കുന്നത് ബംഗാളിനേക്കാൾ രൂക്ഷമായ ക്രമസമാധാന നില തകർന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളത്തെ അവർ ഉപമിക്കുന്നത്. അതായത് മമത കഴിഞ്ഞാൽ പിന്നെ അടുത്ത് VD സതീശൻ എന്നുള്ള ഒരു ലേബലിലേക്ക് അവർ നീങ്ങി. ചുരുങ്ങിയ 10 ദിവസം കൊണ്ട്, വെറും 10 ദിവസം കൊണ്ട് ഈ സർക്കാരിന്റെ പ്രതിച്ഛായ നാശമായി. കുറഞ്ഞ പക്ഷം ആഭ്യന്തരം ഒരു തികഞ്ഞ പരാതി. ഇതാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ എങ്കിൽ, തൂഫാൻ പോയിട്ട് ഒരു കീഴ്വായുവിന്റെ ശക്തി പോലും താങ്കളുടെ അഭ്യന്തരത്തിൽ ഇല്ലെന്ന് പറയേണ്ടി വരും. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചല്ലോ. ഇനി എന്റെ ഓപ്പറേഷൻ തൂഫാനാണ്. തൂഫാന് ഒന്ന് നിവർന്നിരുന്നിട്ട് ഒരു കീഴ്വായു വിടാനുള്ള ശക്തി ഇല്ല എന്നുള്ളത് ഇന്നലത്തെ ഒറ്റ സംഭവം കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. അതിനൊരു കൃത്യമായ ഒരു മറുപടി നൽകാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ മോശം. ഇത് നാഷണൽ മീഡിയയിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളികൾ മൊത്തമാണ് ഇതിന് നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നത്. അല്ലാതെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP-ക്കാരോ അല്ല. വളരെ വളരെ എന്താ പറയുന്നത്, ലജ്ജാകരം. ക്രമസമാധാനം തകർന്ന ഒരു സംസ്ഥാനമായിട്ടാണ് അതിനെ ചിത്രീകരിക്കപ്പെടുന്നത്. സ്വാഭാവികമായി അവർ നോക്കുമ്പോൾ എന്താ, ED വരുന്നു, EDയുടെ വണ്ടിക്ക് കല്ലെറിയുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവം കേസ് ഡൽഹിയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഡൽഹിയിലോട്ട് ഈ കേസുകൾ പോയിട്ട്, കാരണം ഈ കേസ് കേരളത്തിൽ നടത്തിയിട്ട് വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അത് വലിയ ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ചേട്ടാ? ഈ ഡൽഹി യൂണിറ്റിലേക്കും ഡൽഹി കോടതിയിലേക്കും കേസ് അന്വേഷണം മാറ്റുമെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇനി നടക്കുക ഡൽഹിയുടെ ED ഓഫീസിൽ വെച്ചായിരിക്കുമോ? കേരളത്തിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ അപ്പാടെ ഈ ഡൽഹിയിലേക്ക് കേസുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ തൈക്കണ്ടി ഡൽഹിയിലേക്ക് പോയിട്ടായിരിക്കുമോ ചോദ്യം ചെയ്യലിന് ഹാജരാകുക? അങ്ങനെ അവർ പോകാൻ വിസമ്മതിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഈ ED ആക്രമിച്ച ആൾക്കാരുള്ള നാടാണല്ലോ ഇത്. അപ്പൊ അവർ പറയുകയാണ് ഡൽഹിയിൽ എനിക്ക് വരാൻ സൗകര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഒറ്റ ഓപ്ഷനുള്ള അറസ്റ്റ് ചെയ്യുക. അതിപ്പോ പോലീസിന്റെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോ വിളിച്ചു വരുത്തുന്നു. അതായത് അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്ത് എടുക്കാനുള്ള അനുമതിയുണ്ട്, കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതിയുണ്ട്. കസ്റ്റഡിയിൽ എടുക്കാൻ, അറസ്റ്റ് എന്നല്ല, കസ്റ്റഡിയിൽ എടുക്കാൻ ആവശ്യമെങ്കിൽ മാത്രമേ അറസ്റ്റിലേക്ക് പോകും. അത് സ്വാഭാവികമാണ്. പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ മനുഷ്യന്. ഇപ്പൊ നമ്മുടെ പോലീസിൽ നിന്നൊക്കെ വിളിക്കില്ലേ, വിളിച്ചിട്ട് പറയണം നിങ്ങൾ എത്ര മണിക്ക് വരണമെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ അസൗകര്യം ഉണ്ടെങ്കിൽ പറയാം, നമുക്കിപ്പോ അസുഖമാണ്, അല്ലെങ്കിൽ നമ്മൾ ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ സാർ ഇത്ര സമയം കൊണ്ട് നമുക്ക് വരാൻ കഴിയും. അതല്ലാതെ നമ്മളിപ്പോ പോലീസിനെ വെല്ലുവിളിച്ചു ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഓപ്ഷൻ നമ്മളെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ്. അതാണ് അതിനുള്ള അടുത്ത ഓപ്ഷൻ. EDക്ക് അത് തന്നെയാണ് ഓപ്ഷൻ ഉള്ളത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ED നോട്ടീസ് കൊടുക്കുന്നത് കൊച്ചി ഓഫീസിലേക്കായിരിക്കും, അല്ലാതെ ഡൽഹിയിലെ ഓഫീസിലേക്കല്ല. മറ്റേ കേസ് ഇതുപോലെ ബന്ധമുള്ളതല്ല. അത് ED ആക്രമിച്ച് ക്രിമിനൽ കേസാണ്. അതിന് അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. പിന്നെ അവിടുത്തെ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഈ ഡൽഹി ഹൈക്കോടതിയുടെ ED സംബന്ധിച്ചിട്ടുള്ള വിധികളെല്ലാം വരുന്ന ഇച്ചിരി കഠിനമാണ്. അവർ ഉടനെ ഒന്നും ജാമ്യം കൊടുക്കാറില്ല. കേരളത്തിലേക്കാളും ജാമ്യം ജാമ്യം അവർ കൊടുക്കാറുമില്ല ഉടനെ. ഇനി അഥവാ വകുപ്പ് ഉണ്ടെങ്കിലും അവരിട്ട് നരകിപ്പിച്ച് ഇടും.
ഇനി ചിലപ്പോ ഈ ഒരാളുടെ കണ്ണൊക്കെ പോയി എന്നാണ് പറയുന്നത് ഡ്രൈവറുടെ. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഗുരുതരമായ ഒരു ഭവിഷ്യത്താണ്. അതുപോലെ തന്നെ ഇ ഡിയുടെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു സൗത്ത് സോണിന്റെ, അദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് ഒരു ഗുരുതരമായ ഒരു കേസിലേക്ക് വരും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു എന്നുള്ളതാണ് കേസ്. അത് വേറെ അതും വരും. ഈ വകുപ്പുകളെല്ലാം ഒന്ന് ചിലപ്പോ കോടതിക്ക് തോന്നുകയാണ് ഇവർ കുറച്ചാൾ തീഹാർ കിടക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെയും സംഭവിക്കാം. ഏതായാലും അവരെ കിട്ടാനുള്ള കുറ്റമാണ് അവന്മാർ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇളവൊന്നും പ്രതീക്ഷിക്കേണ്ട. 10 വർഷവും അവിടെ തന്നെ കിടക്കേണ്ടി വരും, ഉള്ള കാലം മുഴുവൻ, ശിഷ്ടകാലം മുഴുവൻ. അത് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, എന്തിനാണ് ഇന്നലെ അവിടെ ആക്രമണം നടത്തിയതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സ്വാഭാവികമായി പ്രതിഷേധിക്കാം, ഓക്കെ. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രതിഷേധിച്ചത്? വീണയ്ക്ക് വേണ്ടിയിട്ടോ? പിണറായി വിജയനെതിരെ അല്ല അവിടെ AD റെയ്ഡ് നടന്നത്, വീണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വീണ ഇപ്പോൾ സ്വാഭാവികമായി തന്നെ വേറെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ED അവിടെ അല്ലേ വരൂ. ഈ വീട്ടിൽ താമസിച്ചു, അവിടെ എത്തി. പിന്നെ ഭർത്താവിന്റെ വീട്ടിലാണല്ലോ സാധാരണ പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടാ പോകുന്നത്. അപ്പൊ റിയാസിന്റെ വീട്ടിലെത്തി. ഈ 2 കേസുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അതല്ലാതെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്തത്? പിണറായി വിജയനെ അകത്താക്കാൻ വേണ്ടിയിട്ടാണോ ED വന്നത്? പിണറായി വിജയനെതിരെ ആയിരുന്നു കേസ്. പിണറായി വിജയനുള്ളൊരു കേസ് വേറെയാണ്. അതായത് ഈ വന്ന മുതല്, അതായത് ഇപ്പൊ വീണ അവരുടെ എക്സാലോജിക്ക് വഴി വാങ്ങിയ പണം അതെങ്ങോട്ട് പോയി? അത് പിണറായി വിജയന് വേണ്ടി വാങ്ങിയ കൈക്കൂലിയാണോ? ഇതൊക്കെ അന്വേഷണത്തിൽ കിടക്കുന്ന സാധനം. അത് പിന്നീട് വരും അവര്. ഈ വന്ന അതിന് വേണ്ടിയിട്ടല്ല. അത് കുറഞ്ഞ പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ടേ അത് സാധനം ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ബിനീഷ് കൊടിയേരിയുടെ മകൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു. റെയ്ഡ് നടന്നു കഴിഞ്ഞപ്പോ അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ചെന്നില്ല. ആ കുടുംബം ഒറ്റയ്ക്ക് റെയ്ഡ്. അന്നോട് ഇവിടെ പറഞ്ഞെന്നറിയാം, മടിയിൽ കനമുള്ളവൻ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? ഇന്നലെ അതേപോലത്തെ ഒരു കഥയല്ല ഇവിടെ നടന്നത്. അന്ന് കൊടിയേരിയുടെ മകനും, ഇവിടെ പിണറായിയുടെ മകളുമായി കഴിഞ്ഞപ്പോൾ സഖാക്കൾക്ക് ചൊറിഞ്ഞു, അവർ രംഗത്തിറങ്ങി. വളരെ അപഹാസ്യമായി പോയെന്ന് മാത്രമല്ല, ഇവര് പറയുന്നത് കേരളമൊക്കെ നിങ്ങളെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. അറിഞ്ഞത് കൊണ്ടാണല്ലോ ഈ 35 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത്. നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ വാസവന്റേതായ ഒരു പോസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല. പഴയ മന്ത്രി, അദ്ദേഹം ഞങ്ങളുടെ സർക്കാർ എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. സർക്കാർ മാറിയ പോലും പുള്ളി അറിഞ്ഞിട്ടില്ല. അതോ ഇനി ആ ഹാങ് ഓവറിലാണോ എന്ന് അറിയത്തില്ല. സർക്കാർ അറിയാൻ വകുപ്പൊന്നുമില്ല. കാരണം നമ്മുടെ ആഭ്യന്തരമന്ത്രി പോലും അദ്ദേഹത്തിന് മൂക്കിന് ആകാറുന്ന ഈ സംഭവത്തെ കുറിച്ച് ഒരു എക്കും ബുക്കും അറിയത്തില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അവരുടെ സർക്കാരാണെന്ന് വിചാരിച്ച തെറ്റ് പറയാനുണ്ട്. പോലീസുകാരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച്, എനിക്കൊരു സംശയം വന്നു, UDF ആണോ ഭരിക്കുന്നത്, CPM ആണോ ഭരിക്കുന്നത്? അതിനെതിരെയാണ് ഇന്നലെ പോലീസുകാർ നിൽക്കുന്നത്. കാരണം ഇത് ലൈവ് അല്ലേ, എല്ലാ ചാനലിലും ലൈവായിട്ട് വരുന്ന കാര്യമല്ലേ. ഇനി പ്രതികളെ നിങ്ങൾ കിട്ടിയില്ലെന്ന് പറയാൻ കഴിയില്ല ഈ ആധുനിക ലോകത്ത്. കാരണം ഡിജിറ്റൽ തെളിവുകൾ ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആണ്. മൊബൈൽ ഉള്ളവന്റെ കയ്യിലൊക്കെ ഈ വീഡിയോ കിട്ടും. അതവൻ കൃത്യമായി തന്നെ. പിന്നെ ഈ IPB എന്നൊക്കെ എന്ന് പറഞ്ഞാല് രഹസ്യമായിട്ടുള്ള ആൾക്കാരാണോ? പൊതുപ്രവർത്തന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. തിരുവനന്തപുരത്തിൽ ഞാൻ കുഞ്ഞിനോട് വെച്ചാലും കാണിച്ചു തരുന്ന ഒരാൾക്കാരാണ്. ഈ പറഞ്ഞ ടീമൊക്കെ, ഈ ശ്രീത്തായാലും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ അതൊന്നും മൂടി വെക്കാൻ പറ്റില്ല, അഡ്ജസ്റ്റ്മെന്റ് നടക്കാനും പറ്റില്ല. ഏതായാലും കിട്ടുന്ന പണി ഇറന്ന് വാങ്ങുക, അല്ലാതെ ഒന്നും പറയാനില്ല ഇതിൽ. അതായത് ജനം സഖാവ് പിണറായി വിജയന് കാവലി നിൽക്കും എന്നാണ് ഇപ്പോഴും സഖാക്കന്മാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. താങ്ക് യു ചേട്ടാ.